ഹേ ഗൈസ്, അപ്പോൾ കളങ്കാവൽ മൂവി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയ ഒരേ ഒരു കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മമ്മൂക്ക വില്ലനായിട്ട് വരുന്നു. ഇത്രയും വലിയൊരു നായക വേഷം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന, മമ്മൂക്ക അല്ലാതെ വേറൊരു നടൻ ഇങ്ങനെ വില്ലനായിട്ട് ചെയ്യുന്ന, അത് സൈക്കോ വില്ലനായിട്ട് ചെയ്യുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനുള്ള പുള്ളിയാണ് എല്ലാ വേഷങ്ങളും ഇങ്ങനെ ചെയ്യുള്ളൂ. അത് മാത്രമാണ് ഗൈസ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് അത് ചില സമയത്തൊക്കെ സീനായിരുന്നു. എക്കാലത്തെ പോലെയും പുള്ളിയുടെ സിനിമ മോശമാണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ഞാൻ പടത്തിനെ കുറിച്ച് പറയാം. പടം നമ്മൾ എവിടേക്കോ കണ്ടുമടുത്ത അതേ ഒരു സംഭവമാണ് ഇതിലും ചെയ്തു വെച്ചേക്കണേ. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പം കുറച്ച് നല്ല രീതിയിലൊക്കെ അങ്ങോട്ട് പോയി. ഒരു സ്പീഡ് പേസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിന്. ആ ഇൻ്റർവെല്ലൊക്കെ വേഗം ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം വലിച്ചു നീട്ടി ഒരുമാതിരി ഉറക്ക മൂഡിലേക്ക് പോയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ സൈക്കോ പടങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിൽ അവസാനം കിട്ടണ ഒരു ക്ലൈമാക്സിൽ കിട്ടണ ഒരു പഞ്ച്, ഈ പടത്തിൽ എനിക്കത് നഷ്ടമായി പോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പേഴ്സണലി തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം, ഇതിന് മമ്മൂക്കയുടെ കൂടെ കുറച്ച് കാസ്റ്റ് ഉണ്ട്, കുറച്ച് പെണ്ണുങ്ങൾ കാസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നും, ഈ കാസ്റ്റൊക്കെ ഒരു രസമില്ലാത്ത രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത്രയും ആ ഒരു ഏജ് വ്യത്യാസം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ സിനിമയാണ്, കഥയില്ല, ചോദ്യമില്ല, എന്തെങ്കിലും ആട്ടെ, എനിക്ക് അതും ഒരു വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല. ഹോൾ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്ക അല്ലെങ്കിൽ ഇത്ര ഒരു സ്റ്റാർഡത്തിൽ നിൽക്കണ ഒരു വ്യക്തി വില്ലനായിട്ട് എങ്ങനെ ചെയ്യണു എന്നത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് സിനിമ കാണാം. പക്ഷേ എനിക്ക് ഈ പടം പേഴ്സണലി ഭയങ്കര ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.